ഹായ് ഫ്രണ്ട്സ്, ആർ യു ഹാപ്പി? യെസ്, എല്ലാ കൂട്ടുകാരും ഹാപ്പിയാണ്. എങ്ങനെയുണ്ട് നമ്മുടെ കുട്ടീസ് വേൾഡ്? ഇഷ്ടപ്പെടുന്നുണ്ടോ? ഏത് സെഗ്മെന്റ് ആണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം? യെസ്, പാട്ടാണോ, ആക്ഷൻ ആണോ, അതോ കഥയാണോ, അതോ ക്രാഫ്റ്റ് ആണോ, അതോ ലിറ്റിൽ സാഷനാണോ ഇഷ്ടം? യെസ്, എല്ലാ പ്രോഗ്രാമും നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ സമയം കളയുന്നില്ല. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും സ്കൂളിലൊക്കെ പോകുന്നുണ്ടോ? അവധിയൊക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ തുറന്നത് ചിലർക്കൊക്കെ സന്തോഷമുണ്ട്, പക്ഷേ ചിലർക്കൊക്കെ സങ്കടം. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് സ്കൂളിൽ പോകണം, പല്ല് തേക്കണം, കുളിക്കണം. യെസ്, അതൊക്കെ ചിലർക്കൊക്കെ മടിയാണ്. പക്ഷെ നല്ല കൂട്ടുകാർ അങ്ങനെയൊക്കെ ചെയ്തിട്ട് വേണം സ്കൂളിലൊക്കെ പോകാൻ. അങ്ങനെ ചെയ്യുമോ? യെസ്, ചെയ്യും. അപ്പോൾ സമയം കളയാതെ നമ്മൾ പാട്ടിലേക്ക് പോവുകയാണ്. ഇന്ന് നമുക്ക് അടിപൊളി പാട്ടാണ് നമ്മുടെ മുമ്പിൽ ഇന്ന് കുട്ടീസ് വേൾഡിൻ്റെ സീസൺ 2 വന്നിരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡ് എനിക്ക് തോന്നുന്നു വളരെ മനോഹരമാണ്. ഒരുപാട് വെറൈറ്റീസ് ഓഫ് പ്രോഗ്രാമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ സമയം കളയുന്നില്ല. സിംഗ് ആൻഡ് ഡാൻസിൽ നിങ്ങളോടൊപ്പം ഞങ്ങൾ വരുന്നു, സ്റ്റെഫിൻ അങ്കിൾ ആൻഡ് പ്രവീൺ അങ്കിൾ. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാരും സന്തോഷത്തിലാണോ? യെസ്, അവരെല്ലാവരും നല്ല സന്തോഷത്തിലാണ്. അവരെല്ലാവരും നല്ല സന്തോഷത്തിലാണ്. പാട്ടുകളും ആക്ഷനും ഒക്കെ പഠിക്കുവാൻ നമ്മൾ പുതിയ സെഗ്മെന്റുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. പഴയ പാട്ടുകളും ആക്ഷനും ഒക്കെ നന്നായിട്ട് പഠിച്ചു, അവർ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട് എന്നെല്ലാം നമുക്ക് കാണുമ്പോൾ അറിയാം. യെസ്, കുറച്ചു പേർക്കൊക്കെ ഈ പാട്ടുകളും ആക്ഷനും ഒക്കെ അറിയാം, പക്ഷെ അറിയാത്ത ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സമയം കളയാതെ വേഗം പാട്ടിലേക്ക് പോയാലോ? യെസ്, വേഗത്തിൽ നമുക്ക് ഒരുമിച്ച് പാട്ടിലേക്ക് പോകാം. യെസ്, അപ്പൊ ഇന്ന് സാറേ ഏത് പാട്ടാണ് പഠിക്കുന്നത്? വളരെ മനോഹരമായ ഒരു മലയാളം സോങ് നമ്മൾ ഒരുമിച്ച് പഠിക്കുകയാണ്. മലയാളം സോങ്, നമ്മൾ മലയാളികളാണ്, അതുകൊണ്ട് മലയാളം സോങ് നന്നായിട്ട് പാടാനും പഠിക്കാനും ആക്ഷൻ ചെയ്യാനും ഒക്കെ അറിയാവുന്നവരാണല്ലേ? യെസ്, അപ്പോൾ ഒരുപാട് കൂട്ടുകാരെ ഇന്റർനാഷണലി നമ്മുടെ പരിപാടിയൊക്കെ കാണുന്നുണ്ട്. അവർക്കും മലയാളം പാട്ടുകളൊക്കെ പഠിക്കാനുള്ള ഒരു അവസരമായിട്ട് ഇത് കാണുക. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ടിലേക്ക് വേഗം പോയാലോ സാറേ? യെസ്, വേഗത്തിൽ നമുക്ക് ഒരുമിച്ച് പാട്ടിലേക്ക് പോകാം. യെസ്, ആർത്തുലച്ച് ഇളകി മറിയും ഒരു കടലിൽ ഞാൻ എൻ്റെ ജീവിത നൗകയുമായി. ഹേയ് സടുകുടു സടുകുടു ഗുഡു അഗുഡു സടുകുടു സടുകുടു ഗുഡു ആ സടുകുടു സടുകുടു ഗുഡു അഗുഡു സടുകുടു സടുകുടു ഗുഡു സടുകുടു സടുകുടു ഗുഡു അഗുഡു സടുകുടു സടുകുടു ഗുഡു സടുകുടു സടുകുടു ഗുഡു അഗുഡു സടുകുടു സടുകുടു ഗുഡു. ഇപ്പൊ സടുകുടു ഗുഡു ആ ഗുഡു എന്നൊക്കെ പറയുന്ന ആ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്തുള്ള പാട്ട് അടിപൊളിയല്ലേ? അവരുടെ മുഖമൊക്കെ കാണുമ്പോൾ നല്ല സന്തോഷം അല്ലേ സാറേ? യെസ്, അപ്പോൾ പാട്ട് അടിപൊളിയാണെങ്കിൽ എന്താണ് അതിനെക്കാട്ടും അടിപൊളി എന്താണ്? ഡാൻസ് അതിനേക്കാളും വളരെ മനോഹരമായി അടിപൊളി ആക്ഷൻ ആയിരിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് മനോഹരമായ ഇതിന് അടിപൊളി സൂപ്പർ സടുകുടു ഗുഡു എന്ന് പറയുന്ന ഈ ആക്ഷനിലേക്ക് നമുക്ക് പോകാം. വേഗത്തിൽ നമുക്ക് ആക്ഷൻ കാണാം. അപ്പൊ ആക്ഷൻ കണ്ടിട്ട് വേഗം നിങ്ങൾ തിരിച്ചു വരണം. ഓക്കെ, മൂവിങ് ടു ദ ആക്ഷൻ. సడుగుడు సడుగుడు గుడు అగుడు సడుగుడు సడుగుడు గుడు 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 ആർത്തുലച്ചു ഇളകി മറിയും ഒരു കടലിൽ ഞാൻ എൻ്റെ ജീവിത നൗകയുമായി. ആർത്തുലച്ചു ഇളകി മറിയും ഒരു കടലിൽ ഞാൻ എൻ്റെ ജീവിത നൗകയുമായി. സടുകുടു സടുകുടു ഗുഡു അഗുഡു സടുകുടു സടുകുടു ഗുഡു സടുകുടു സടുകുടു ഗുഡു അഗുഡു സടുകുടു സടുകുടു ഗുഡു സടുകുടു സടുകുടു ഗുഡു അഗുഡു സടുകുടു സടുകുടു ഗുഡു സടുകുടു സടുകുടു ഗുഡു അഗുഡു സടുകുടു സടുകുടു ഗുഡു. പടകിൻ അരികിൽ ഒരു കോണിൽ നാഥൻ തല ചാച്ചുറങ്ങവേ പ്രാർത്ഥനയാൽ അവനെ വിളിച്ചു ഉണർന്നെന്റെ നാഥൻ ചൊന്നു.
നെഞ്ചോട് ചേർത്ത് നെത്തിനാഥൻ ഭയം വേണ്ടെന്നുറച്ചിതു ശാന്തമായി നൗക തുഴഞ്ഞു ഞാൻ എന്നെ കരതേടി സടുകുടു സടുകുടു കുടു അകുടു സടുകുടു സടുകുടു കുടു 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 Na 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 hey na 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 na. ഓക്കെ, അപ്പോൾ ആക്ഷനും പാട്ടും ഒക്കെ നിങ്ങൾ കേട്ടു, പഠിച്ചു, കണ്ടു അല്ലേ? യെസ്, അവർക്ക് വളരെ മനോഹരമായി ഇഷ്ടപ്പെട്ടു. യെസ് സാർ, യെസ് യെസ്. ഓക്കെ, അപ്പോൾ ഇനി ഒരുപാട് ആക്ഷനും പാട്ടുമായിട്ടൊക്കെ നമ്മൾ ഇനി കാണും വരെ വരും. അപ്പോൾ കാണുന്നവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. സ്റ്റേ സേഫ്, ബൈ. എങ്ങനെയുണ്ടായിരുന്നു പാട്ടൊക്കെ? ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? സടുകുടു സടുകുടു കുടു ആ കുടു പഠിക്കുക, എല്ലാവരും പഠിക്കേ. ആ സടുകുടു സടുകുടു കുടു. ഓക്കെ, അപ്പോൾ പാട്ടൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ആക്ഷനാണെന്ന് തോന്നുന്നു എല്ലാവർക്കും നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടെന്ന്. പാട്ടും അടിച്ചു പൊളിച്ച് ആക്ഷനും ഒക്കെ കണ്ട് നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക അല്ലേ? ഇപ്പോൾ സന്തോഷമായിട്ട് ഒന്നും കൂടി ഇരിക്കുക. ഇനിയും പ്രോഗ്രാംസുകൾ ഒരുപാടുണ്ട്. എല്ലാവരും കാത്തിരിക്കുന്ന അടിപൊളി സെഗ്മെന്റിലേക്ക് നമ്മൾ പോകുന്നു. ക്രിയേറ്റീവ് സോണിൽ നമ്മുടെ ബിൽഹ ചേച്ചി ഓടി വരുന്നുണ്ട്. ക്രിയേറ്റീവ് സോണിൽ നമുക്ക് നല്ലൊരു ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ല കൈയോടെ ബിൽഹ ചേച്ചിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഹായ് കൂട്ടുകാരെ, കുട്ടീസ് വേൾഡിൻ്റെ ക്രിയേറ്റീവ് വേൾഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെറിയൊരു ബേർഡിനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് നമുക്ക് ഇതുപോലൊരു ഷീറ്റ് വേണം. ഈ ഷീറ്റിൽ നമ്മൾ 3 സർക്കിൾ വെട്ടിയെടുക്കാൻ പോവുകയാണ്. സർക്കിൾ വെട്ടാൻ വേണ്ടി നിങ്ങൾക്ക് കോമ്പസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടിന്നിൻ്റെ അടപ്പോ അങ്ങനെ എന്തെങ്കിലും വെച്ച് സർക്കിൾ കിട്ടാൻ വേണ്ടി 3 ഒരേപോലുള്ള 3 സർക്കിൾ നമുക്ക് വരച്ചെടുക്കാം. അപ്പം എളുപ്പത്തിന് വേണ്ടി ഞാനിത് ജസ്റ്റ് 3ആയിട്ട് മടക്കിയിട്ട് ഒരു സർക്കിൾ വരച്ചിട്ട് വെട്ടിയെടുക്കാം. അപ്പം നമുക്ക് 3 സർക്കിൾ ഒരുമിച്ച് വെട്ടിയെടുക്കാൻ പറ്റും. നമ്മൾ 3 സർക്കിൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഈ സർക്കിളിനെ 2ആയിട്ട് മടക്കിയെടുക്കുക. 3 സർക്കിൾ നമ്മളങ്ങനെ മടക്കിയെടുക്കുകയാണ്. ഇങ്ങനെ 3 സർക്കിൾ ഇങ്ങനെ 2ആയിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കിളിക്ക് ഒരു തലയ്ക്ക് വേണ്ടി ഒരു കുഞ്ഞ് സർക്കിളോട് നമുക്ക് വെട്ടിയെടുക്കണം. നമുക്ക് കിളിയുടെ തലയും നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 3 പീസ് ഇങ്ങനെ കിളിയുടെ വാലിൻ്റെ ഭാഗം വരുന്ന പോലെ ചരിച്ച് നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ചെറുതായിട്ടൊന്ന് ചരിച്ച് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ 3 പീസ് നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്ത നമുക്ക് ഇതിൻ്റെ തല നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഇവിടെ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് പല കളർ യൂസ് ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരേ കളർ നമുക്ക് യൂസ് ചെയ്യാം. നമ്മുടെ കിളിയുടെ തലയും നമ്മൾ ഒട്ടിച്ചു. ഇനി നമുക്ക് ഒരു ചുണ്ട് വെച്ച് കൊടുക്കാം. അതിന് ഒരു കുഞ്ഞു പീസ് പേപ്പർ എടുത്തിട്ട് ചുണ്ടിൻ്റെ രീതിയിലൊന്ന് നമ്മൾ വെട്ടി കൊടുക്കുകയാണ്. ഒരു കുഞ്ഞ് ട്രയാങ്കിൾ നമ്മൾ വെട്ടി കൊടുക്കുകയാണ്. ഇതൊരു കുഞ്ഞ് ട്രയാങ്കിൾ. ഇനി നമുക്കത് ചുണ്ടിൻ്റെ ഭാഗത്തായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒരു ചെറിയ കണ്ണൂടെ നമുക്ക് വരച്ചു കൊടുക്കാം. നമ്മുടെ കിളി റെഡി ആയിട്ടിരിക്കുകയാണ്. എല്ലാ കൂട്ടുകാർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ക്രാഫ്റ്റാണ്. കൂട്ടുകാർ ഇത് ചെയ്യുന്ന വീഡിയോയായിട്ടോ ഫോട്ടോയോ എടുത്തിട്ട് ഞങ്ങൾക്ക് അയച്ചു തരിക. പുതിയൊരു ക്രാഫ്റ്റിലേക്ക് കാണുമ്പോൾ ബൈ ബൈ. ക്രിയേറ്റീവ് സോൺ ഇഷ്ടപ്പെട്ടോ? യെസ്, അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റുകളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇനി നമുക്കൊരു കഥ കേട്ടാലോ? ഇന്നും നമുക്ക് വേണ്ടി കഥ പറയുന്നത് ലിസി ആൻറ്റിയാണ്. അപ്പോൾ ലിസി ആൻറ്റിയുടെ മനോഹരമായൊരു സ്റ്റോറിയിലേക്ക് നമ്മൾ പോകുന്നു. സ്റ്റോറി വേൾഡ്. ഹായ് കൂട്ടുകാരെ, എല്ലാവരും സന്തോഷമായിരിക്കുന്നു. ഇന്ന് നിങ്ങളുടെ അടുത്ത് ഞാൻ പുതിയൊരു കഥയുമായി എത്തിയിരിക്കുകയാണ്. കിങ്ങിണി അണ്ണാനും മക്കളും. എത്ര പേർക്ക് അണ്ണാൻ കുഞ്ഞിനെ ഇഷ്ടമാണ്? നമ്മുടെ മുറ്റത്തും പറമ്പിലും ഒക്കെ ഓടിക്കളിക്കുന്ന അണ്ണാനെ കാണുമ്പോൾ പലർക്കും ഇഷ്ടമാണല്ലേ? അതിനെ ഒന്ന് കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ അതിനെ കളിപ്പിക്കാനൊക്കെ എന്ത് സന്തോഷം, എന്ത് ഇഷ്ടമാണ് അല്ലേ? ഒരിടത്ത് കിങ്ങിണി അണ്ണാനും
മക്കളും ഉണ്ടായിരുന്നു. അവരെവിടെയാണ് താമസിച്ചിരുന്നറിയാമോ? നമ്മുടെയൊക്കെ കൂട്ട് വലിയ വീട് കിട്ടിയൊന്നുമല്ല അവർ താമസിക്കുന്നത്. അവർ ഒരു മാവിൻ്റെ കൊമ്പിൽ കൂട് വെച്ചാണ് കിങ്ങിണി അണ്ണാനും മക്കളും പാർത്തിരുന്നത്. പക്ഷേ കാട്ടിലല്ല, ഇവർ പാർത്തിരുന്നത് എവിടെയാണെന്നറിയാമോ? ഒരു പട്ടണത്തിലാണ്. കുഞ്ഞുങ്ങളുടെ നിർബന്ധം സഹിക്ക വയ്യാതെയാണ് ഈ കിങ്ങിണി അണ്ണാന് ഈ കുഞ്ഞുങ്ങളുമായിട്ട് പട്ടണത്തിലേക്ക് താമസം മാറിയത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഇവർ ഭക്ഷണം തേടി നടക്കുമ്പോൾ അമ്മ പറഞ്ഞു, എൻ്റെ ജോലി എത്ര കഷ്ടപ്പാടാണെന്നറിയാമോ നിങ്ങൾക്ക് ഭക്ഷണം കൊണ്ടെത്തി തരുന്നത്. കാരണം കാട്ടിലായിരുന്നെങ്കിൽ ഇഷ്ടം പോലെ പഴങ്ങളും മറ്റ് പലതും നിങ്ങൾക്ക് കിട്ടുമായിരുന്നു, ഇഷ്ടം പോലെ ഭക്ഷണം അവിടെ ലഭ്യമായിരുന്നു. എന്നാൽ ഇവർ പട്ടണത്തിലേക്ക് താമസം മാറിയതുകൊണ്ട് മനുഷ്യർ വലിച്ചെറിയുന്ന ഭക്ഷണങ്ങളുടെ അവശിഷ്ടങ്ങളാണ് കുഞ്ഞുങ്ങൾക്ക് കണ്ടെത്തി കൊടുക്കേണ്ടത്. അതെനിക്ക് വളരെ കഷ്ടപ്പാടുണ്ടാക്കുന്നുണ്ടെന്ന് അമ്മ പറഞ്ഞപ്പോൾ കുഞ്ഞുങ്ങൾ പറയുകയാണ്, ഞങ്ങൾ വളർന്ന് വലുതായി നല്ല ജോലിയൊക്കെ വാങ്ങിക്കഴിയുമ്പോൾ അമ്മയുടെ കഷ്ടപ്പാടുകളൊക്കെ മാറും. അതായത് വാഹനമൊക്കെ വരുമ്പോൾ അതിനെ ഒന്നും തട്ടാതെ മുട്ടാതെ ഈ വാഹനം ഒന്നും ഇടിക്കാതെ സൂക്ഷിച്ച് വേണം അമ്മയ്ക്ക് റോഡിൽ ചെന്ന് ഭക്ഷണങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരുവാൻ. കുഞ്ഞുങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അമ്മയുടെ കഷ്ടപ്പാടൊക്കെ മാറ്റി അമ്മയ്ക്ക് നല്ല സഹായമായിട്ട് ഞങ്ങൾ എന്നും നിൽക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ പലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഇവർ താമസിച്ചത് ഒരു മാവിൻ കൊമ്പിലായിരുന്നു. അതിൻ്റെ സമീപേ കൂടി ഒരു ഇലക്ട്രിക് ലൈൻ, അതായത് 11 kV ഒരു ലൈൻ കടന്നു പോകുന്നുണ്ടായിരുന്നു. പലപ്പോഴും ഈ കിങ്ങിണിയമ്മ തൻ്റെ മക്കളോട്, അതായത് മക്കളുടെ പേര് ലല്ലുവെന്നും അല്ലുവെന്നുമായിരുന്നു, ലല്ലുവിനോടും പറഞ്ഞിട്ടുണ്ട്, മക്കളെ ഈ മരക്കൊമ്പിൽ ചാടി കളിക്കുകയേ ചെയ്യാവൂ, ഒരു കാരണവശാലും നിങ്ങൾ ഈ സമീപേ കറണ്ട് കടന്നു പോകുന്ന ഈ ലൈൻ കമ്പിയിലേക്ക് ചാടി ഒരിക്കലും നിങ്ങൾ കളിക്കരുതെന്ന് ഉപദേശിക്കാറുണ്ടായിരുന്നു. എന്നാൽ ലല്ലുവാകട്ടെ അമ്മ പറയുന്നത് അത്ര അനുസരിക്കാൻ ഇഷ്ടമൊന്നുമില്ല. നിങ്ങളിൽ പലരും അങ്ങനല്ലേ? അമ്മമാരൊക്കെ ഓരോ മോനെ അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്നൊക്കെ പറയുന്നത് ഇഷ്ടമാണോ? ഇതുപോലെ തന്നെ ലല്ലുവിന് അമ്മയുടെ ഉപദേശം ഒത്തിരി ഇഷ്ടമില്ല. അതേസമയം അല്ലു അമ്മ ഭക്ഷണം തേടി പുറത്ത് പോകുമ്പോഴൊക്കെ അല്ലു കൂട്ടിലിങ്ങനെ പ്രാർത്ഥിച്ച് എൻ്റെ അമ്മയെ സൂക്ഷിക്കണേ, എൻ്റെ സഹോദരനെ സൂക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമായിരുന്നു. എന്നാൽ അനുസരിക്കാത്ത മകൻ എന്ത് ചെയ്തെന്നറിയാമോ? ഒരു ദിവസം ഈ ഇലക്ട്രിക് കമ്പിയിൽ ഇങ്ങനെ ചാടിക്കളിക്കുകയാണ്. അമ്മ ഇത് കണ്ടപ്പോൾ അവനെ വീണ്ടും ഉപദേശിച്ചു, മോനെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ ഇലക്ട്രിക് ലൈനിൽ കളിക്കരുത്, അത് അപകടമാണെന്ന്. അങ്ങനെ ഇവൻ അമ്മ പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ദിവസം പിന്നെയും ഈ കമ്പിയിൽ ഇങ്ങനെ ചാടിക്കളിച്ചപ്പോൾ ഈ കമ്പികൾ തമ്മിൽ കൂട്ടി ഉരസിയിട്ട് പെട്ടെന്ന് തീപ്പൊരി പാറുവാനിടയായി. പെട്ടെന്നുണ്ടായ ഇതിൽ ഇവൻ നിലത്തേക്ക് വീഴുവാനിടയായി. ദൈവത്തിൻ്റെ സഹായത്താൽ ഇവന് അപകടമൊന്നും പറ്റിയില്ല. താഴേക്ക് വീണതുകൊണ്ട് ചെറിയ ഒരു മുറിവ് മാത്രം പറ്റി. അമ്മ പറഞ്ഞു, നീ ചെയ്ത് എത്ര വലിയ തെറ്റാണെന്നറിയാമോ? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ട് നീ അനുസരിക്കാതിരുന്നത് കൊണ്ടല്ലേ ഇങ്ങനെ അപകടം പറ്റിയതെന്ന്. പക്ഷെ അന്ന് ഇവനൊരു തീരുമാനമെടുത്തു, ഞാനിനി എൻ്റെ അമ്മ പറയുന്നത് അനുസരിച്ച് മാത്രമേ ജീവിക്കുകയുള്ളെന്ന്. മക്കളെ, നിങ്ങൾ എത്ര പേര് അങ്ങനെ ഒരു തീരുമാനം ഈ അണ്ണാൻ കുഞ്ഞെടുത്തതുപോലെ എടുക്കുവാൻ നിങ്ങളിൽ എത്ര പേർക്ക് കഴിയും? മമ്മിയും പപ്പയും പറയുന്നത് അനുസരിച്ച് നല്ല മക്കളായി ജീവിക്കുന്നവരെയാണ് യേശുപ്പസിന് ഒത്തിരി ഇഷ്ടം. ബൈബിളിൽ 1 ശമൂവേൽ 15-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യത്തിൽ പ്രകാരം കാണുന്നു, ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധ വെച്ച് കേൾക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. അതായത് ഒരു വലിയ യാഗം കഴിക്കുന്നതിനേക്കാൾ നല്ലതാണ് മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കുന്നത്. ഇന്ന് എത്ര പേർ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്? മിടുക്കര്, നിങ്ങളെല്ലാവരും നല്ല തീരുമാനമെടുത്തതിൽ ഞാൻ സന്തോഷിക്കുന്നു. അടുത്ത ഒരു കഥയുമായി വീണ്ടും കാണും വരെ ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. ബൈ ബൈ. ഒരുപാട് സ്റ്റോറീസുമായിട്ട് സ്റ്റോറി വേൾഡ് ഇനിയും വരുന്നുണ്ട്. അപ്പോൾ മെമ്മറി വേഴ്സ് ഒക്കെ നിങ്ങൾ കാണാതെ പഠിക്കണം കേട്ടോ. മെമ്മറി വേഴ്സ് ഒക്കെ പഠിക്കുന്നത് നിങ്ങളുടെ പഠനത്തിനും ബുദ്ധിക്കും ഒക്കെ അത് നല്ലതാണ്. കഴിഞ്ഞ ദിവസം ബണ്ണി നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞങ്ങൾക്ക് അയച്ചു തരണമെന്ന്. ഈ പറഞ്ഞത് കേട്ടിട്ട് ഒരു കൊച്ചു മിടുക്കി നമുക്ക് വേണ്ടി ഒരു മെമ്മറി വേഴ്സ് അയച്ചു തന്നിട്ടുണ്ട്. നമുക്ക് ആ മെമ്മറി വേഴ്സ് ഒന്ന് കാണാം. അപ്പം നല്ല കയ്യടിയോടെ ആ കൊച്ചു മിടുക്കിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. സീസൺ 2 കുട്ടീസ് വേൾഡിലെ എപ്പിസോഡ് 1 മെമ്മറി വേഴ്സ്. ലൂക്കോസ് 15:24. ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. താങ്ക് യു. പ്രിയ ഫെബിയ മോളെ, ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവം നൽകി തന്ന കഴിവുകൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ ഒരുപാട് അവസരങ്ങൾ ലഭിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ് ഫെബിയ.
ഒരുപാട് വാക്യങ്ങൾ നമ്മൾ കുട്ടീസ് വേൾഡിലൂടെ നമ്മൾ പഠിക്കണം. എക്സൽ VBS നിങ്ങൾക്ക് വേണ്ടി ദൈവേഡ് എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് ഉണ്ട്. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ അത് കോൺടാക്ട് ചെയ്താൽ അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇനി നമ്മൾ ഇന്നത്തെ ലിറ്റിൽ സ്റ്റാർസിലേക്ക് പോവുകയാണ്. ഇന്നത്തെ നല്ല മിടുക്കിയ ഒരു ലിറ്റിൽ സ്റ്റാർസ് ആണ് നമ്മുടെ കൂടെയുള്ളത്. ജെനീസ ലിൻസിന് ഒരുപാട് കഴിവുകൾ ദൈവം ധാരാളമായി കൊടുത്തിട്ടുണ്ട്. 119 സങ്കീർത്തനം കാണാതെ പറയുന്ന കൊച്ചു മിടുക്കിയാണ് ജെനീസ. അപ്പോൾ ജെനീസയുടെ ഇന്നത്തെ മനോഹരമായ ഒരു പാട്ട് നമുക്ക് കേട്ടാലോ? അപ്പോൾ വെൽക്കം ടു ജെനീസ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ. വിന്മയമാകും ശരീരം ആവിൻഡുവി നൽകുമ്പോൾ എന്നല്ലലല്ല മാറിയിടുമേ. ആശയേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസ്സേറും നാഥൻ്റെ പൊന്മുഖം ഞാൻ കാണും. ആശയേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസ്സേറും നാഥൻ്റെ പൊന്മുഖം ഞാൻ കാണും. വിന്മയമാകും ശരീരം ആവിൻഡുവി നൽകുമ്പോൾ എന്നല്ലലല്ല മാറിയിടുമേ. ജെനീസ മോളുടെ പാട്ട് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു 119 സങ്കീർത്തനം കാണാതെ പറയാൻ പറ്റുന്ന ഒരു കൊച്ചുമിടുക്കിയാണെന്ന്. ഈ കൊച്ചുമിടുക്കിയുടെ ഒരു ഇന്റർവ്യൂ എക്സൽ മീഡിയ TVയിൽ ഫേസ് ടു ഫേസ് എന്ന് പറയുന്ന പ്രോഗ്രാമിലുണ്ട്. അപ്പോൾ കൂട്ടുകാരൊക്കെ ഒന്ന് ഇടയ്ക്കൊന്ന് കാണുക ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെ ഒരുപാട് കഴിവുകളുള്ള ഒരുപാട് കൂട്ടുകാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെ നമ്മൾ കണ്ടുപിടിച്ച് അവർക്ക് അവസരങ്ങൾ കൊടുക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. അതുമാത്രമല്ല 119 സങ്കീർത്തനം നിങ്ങൾക്ക് കാണാതെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും അതൊരു വലിയൊരു ബെനിഫിറ്റ് ആകും. യേശു അപ്പച്ചനും അത് ഒരു സന്തോഷമാകും. അപ്പോൾ ഇന്നത്തെ കുട്ടീസ് വേൾഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. മനോഹരമായ അടുത്ത എപ്പിസോഡ് കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ. ദിസ് ഈസ് വണ്ണി. അഗുഡു സടുഗുഡു